എൻ്റെ പേര് ഷൈനി ജോർജ്, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ് മാത്യു, ഇതെൻ്റെ മകൾ ജോഷ്നി ജോർജ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ജൂൺ 5-ാം തീയതിയാണ്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഈ വർഷം മാർച്ച് 28-ാം തീയതി എൻ്റെ ഹസ്ബൻഡിനുണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. ഹസ്ബൻഡ് മാർച്ച് 28-ാം തീയതിയാണ് അറിയുന്നത് MBNS എന്ന് പറയുന്ന ഒരു ബ്ലഡിലുണ്ടാകുന്ന ഒരു ക്യാൻസറാണെന്ന്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമമായി. എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. ഞാൻ 2019 തൊട്ട് ഉടമ്പടിയിലുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ഡോക്ടർ എന്നോട് പറഞ്ഞു, തിരുവനന്തപുരത്ത് ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഈ ക്യാൻസർ ആരംഭത്തിലേ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അത് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് പറഞ്ഞാൽ ഞാൻ 2019 തൊട്ട് ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എൻ്റെ ഈശോയും എൻ്റെ പരിശുദ്ധ അമ്മയും എന്നെ കൈവിട്ടില്ല. അതാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നെ കൈവിട്ടില്ല. എനിക്ക് ഈ ദുഃഖം തന്നെങ്കിലും എൻ്റെ കുടുംബത്തിൽ ദുഃഖവും സന്തോഷവും എല്ലാം കടന്നു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തന്നെങ്കിലും ഞാൻ ഈശോയ്ക്ക് ഒരു പരാതി ഒന്നും പറഞ്ഞില്ല. എനിക്ക് അറിയാം എൻ്റെ ഈശോയും എൻ്റെ ദൈവമാതാവും എനിക്ക് സൗഖ്യമാക്കി തരുമെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനാണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഏപ്രിൽ 5-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് 2-3 ആഴ്ച എടുക്കും അതിൻ്റെ റിസൾട്ട് വരാൻ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ക്ഷീണവും തളർച്ചയും നല്ല ആക്റ്റീവായിട്ട് നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പം ഒരു 10-20 ദിവസം കൊണ്ട് ഭയങ്കര ക്ഷീണവും തളർച്ചയും അങ്ങനെ വന്നപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് ആരംഭത്തിൽ കണ്ടുപിടിച്ചുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ബ്ലഡിൻ്റെ റിസൾട്ട് വരാൻ 2-3 ആഴ്ച എടുക്കുന്നതോട് ഞങ്ങൾ വിചാരിച്ച് ഈ ക്ഷീണം കൊണ്ട് എങ്ങനെ ഇരിക്കും. അങ്ങനെ 6-ാം തീയതി ഞങ്ങൾ വെല്ലൂരേക്ക് പോകാനായിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. അപ്പം ഏപ്രിൽ 6-ാം തീയതി വെല്ലൂർ പോകുന്നതിന് മുന്നേ ഏപ്രിൽ 5-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചു. അത് എനിക്കിവിടെ ഞാൻ എപ്പോഴും വരുമ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മാതാവിനെ എനിക്കൊന്ന് ഹോൾഡ് ചെയ്യണമെന്നുള്ളത്. പക്ഷേ എൻ്റെ മാതാവ് എന്നെ അതിനനുവദിച്ചു. ഞാനും എൻ്റെ സങ്കടം കണ്ടതുപോലെ എൻ്റെ നിയോഗം അവിടെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ മാതാവിനെ എനിക്ക് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള വലിയൊരു ഭാഗ്യം ലഭിച്ചു. അപ്പോഴേ ഞാൻ വിചാരിച്ച് എൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണ സൗഖ്യം ലഭിക്കുമെന്നും ഇതുകണക്കൊരു സാക്ഷ്യം വന്ന് പറയണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2019 ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നെടുത്തത്. അന്ന് എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയായിരുന്നു വന്നെടുത്തത്. പക്ഷേ എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ 5-6 കാര്യങ്ങൾ വെച്ചതിൽ എനിക്ക് 4 കാര്യങ്ങൾ സാധിച്ചു തന്നു. പക്ഷേ ഈ ഒരു വലിയ സാക്ഷ്യം പറയുവാനായിട്ടാണ് എന്നെ ദൈവം ഇവിടെ അനുവദിച്ചത്. അപ്പം അങ്ങനെ വെല്ലൂർ പോയപ്പം വെല്ലൂർ നല്ലൊരു ഹെമറ്റോളജിസ്റ്റിനെ കണ്ടപ്പം ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം പറഞ്ഞു ഇതിനകത്ത് സെൽസ് കാണിക്കുന്നുണ്ട്, അപ്പം അടുത്ത പ്രൊസീജിയറായിട്ട് നമുക്ക് ബോൺ മാരോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും മാതാവിനെയും യേശുവിനെയും മുറുകെ പിടിച്ചുകൊണ്ട് നിന്ന് ബോൺ മാരോ ചെയ്തപ്പോഴും പറഞ്ഞു അത് ഭയങ്കര പെയിനായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡിനൂടെ കയറ്റിയവരെല്ലാം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്കൊരു വേദന പോലും എടുത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ സഹിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ എൻ്റെ കൃപാസനം മാതാവിനെയാണ് ഓർത്തുകൊണ്ട് ഇരുന്ന്. അപ്പം ഡോക്ടർ വരെ പറഞ്ഞു ഇത്രയും നല്ലൊരു പേഷ്യൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല, ബോൺമാരോ ചെയ്യുമ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഹസ്ബൻഡ് എപ്പോഴും ഈ കാശ് രൂപവും എല്ലാം വെച്ച് എപ്പോഴും ഞാൻ കാണുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാറ്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിലും എന്നെക്കാളിലും വലിയ വിശ്വാസം എൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾക്ക് ഈ രോഗസൗഖ്യം കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പം ബോൺമാരോ ചെയ്തപ്പോൾ പിറ്റേന്ന് ഡോക്ടർ പറഞ്ഞ് ബോൺമാരയിൽ സെല്ല് കാണിക്കുന്നുണ്ട്. അപ്പം ബയോപ്സി വരാതെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം 1 മാസമാണ് അതിന് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കഴിഞ്ഞ മെയ് 8-ാം തീയതി വന്നാൽ മതി, അപ്പോഴത്തേക്ക് 1 മാസം അപ്പം വരുമ്പോൾ എല്ലാം പറയാമെന്ന് പറഞ്ഞു വിശദമായിട്ട്. അപ്പം ഞങ്ങൾക്ക് 1 മാസം ഉണ്ടായിരുന്നു. ഞാൻ എന്നും ഉടമ്പടി തൈലവും കാശുരൂപവും തേനും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഹസ്ബൻഡിനെ പുരട്ടി എല്ലാം നല്ല പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും എല്ലാം ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്ന് ഞങ്ങൾ വെല്ലൂർ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഒന്നും പേടിക്കാനില്ല, ഈ സെല്ല് ക്യാൻസറിൻ്റെ എല്ലാം ഒന്നും പേടിക്കാനില്ല. പക്ഷേ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഇത് കണ്ടുപിടിച്ചതൊരു ഭാഗ്യമാണ്. പക്ഷേ ഈ 100-ൽ ഒരു 10 പേർക്ക് ഇത് ഫ്യൂച്ചറിൽ ഇത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയും എൻ്റെ ദൈവമാതാവും ഞങ്ങൾക്കൊന്നും വരുത്തത്തില്ലെന്ന്. എൻ്റെ മാതാവും ഈശോയും എനിക്ക് ആദ്യമായിട്ട് ഇത് ആരംഭത്തിൽ കാണിച്ചു തന്നു. ഡോക്ടർ പറഞ്ഞാൽ ഇത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന്. അപ്പം ഈശോയ്ക്കും ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ 2019 ഉടമ്പടി എടുത്തതെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട്. അന്നൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. എന്താ പറഞ്ഞാൽ ആരെങ്കിലും കാണും എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര ഒരു നാണക്കേടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു നാണക്കേടില്ല. ഇപ്രാവശ്യം ഞാൻ ഈ ഏപ്രിൽ മാസം ഉടമ്പടി എടുത്തുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എന്നെക്കാളിലും ഊർജ്ജിതമായിട്ട് പത്രം കൊടുക്കാനും എല്ലാം നല്ല ഉത്സാഹം കാണിച്ചത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ
ഞാനും ഞങ്ങളുടെ പള്ളിയിലുള്ളിടത്തും അല്ലാതെ എൻ്റെ കൂട്ടുകാരടുത്തെല്ലാം ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച്, മാതാവ് ഞങ്ങൾക്ക് ചെയ്തു തന്ന ഒത്തിരി അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ ഒത്തിരി, ഈ മാതാവിനെ വിശ്വാസം അല്ലാതിരുന്നവർക്കൊക്കെ ഇപ്പം നല്ല വിശ്വാസമുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ കാരണം 3-4 പേര് ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പേ ചെറുതായിട്ട് എന്നെക്കൊണ്ടും ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തേ പിന്നെ അത് കൂടുതൽ കുറച്ചും കൂടെ ഒരു ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതിനെല്ലാം ദൈവത്തിനും മാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ എൻ്റെ ആത്മീയമായ ഇതെന്ന് പറയുമ്പോൾ എല്ലാവരും സ്നേഹിക്കുവാനുള്ളൊരു കഴിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമിക്കുവാനൊക്കെ ഉള്ള ഇത് എനിക്ക് ഒരു കുറവുണ്ടായിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ വേദപുസ്തകം വായിക്കുവാനും എല്ലാം എനിക്ക് നല്ലൊരു കൃപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ ഓരോ വാക്യങ്ങളൊക്കെ നമുക്കിപ്പം വിത്ത് റെഫറൻസ് അല്ലാതെ പറയാൻ പറ്റും. പക്ഷേ ഇപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെ വിത്ത് റെഫറൻസോട് കൂടി ഒത്തിരി വാക്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഒരു പെട്ടെന്ന് ചോദിച്ച ഒരു 10 എണ്ണമൊക്കെ എനിക്ക് വിത്ത് റെഫറൻസോട് പറയാനുള്ളൊരു കൃപയുണ്ട്. അതൊക്കെ ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെ എനിക്ക് കിട്ടിയ ഓരോ ആത്മീയമായിട്ടുള്ളൊരു കൃപകളാണ്. അതിനെല്ലാം ഈശോയ്ക്കും ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും ജീവിതകാലം മൊത്തം ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വേണ്ടി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ദൈവസ്നേഹത്തിൽ നിന്ന് ഒരിക്കലും വേർവിട്ട് പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിനുവേണ്ടി ഞാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും 1000 കോടി സ്തോത്രവും നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് പെട്ടെന്ന് തന്നെ സൗഖ്യം കിട്ടുകയും അത് റിസൾട്ട് നല്ല ഡോക്ടർ പ്രതീക്ഷിച്ചതിലും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതിന് ഞാൻ 1000 നന്ദി ഈശോയോടും മാതാവിനോടും അർപ്പിക്കുകയാണ്.